ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കണം. ഡാറ്റ ചോർത്തൽ വലിയ കുറ്റകൃത്യമാണ്. എൻ്റെ വ്യക്തിപരമായ ഡാറ്റ ചോർത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം പല രീതിയിൽ. ഇപ്പൊ സൈബർ ഫ്രോഡുകൾ കൂടി നടക്കുന്ന കാലമാണ്. മാത്രമല്ല ഡാറ്റ വിൽപ്പനയ്ക്ക് വയ്ക്കും. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഡേറ്റ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ ചോരാൻ പാടില്ല. സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് വിവരങ്ങൾ ചോർത്തി DA സന്ദേശമായി അയച്ചുവെന്ന പരാതിയിൽ ഹർജിക്കാരുടെ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സർക്കാരിന്റെ സന്ദേശത്തിൽ എന്താണ് തെറ്റ് എന്നാണ് കോടതിയുടെ ചോദ്യം. ഏതു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമവിരുദ്ധതയുണ്ട് എന്ന് പറയുന്നത് എന്നും കോടതി ചോദിക്കുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഈ ചോദ്യം നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ചോദ്യമാണ്. എന്താണ് തെറ്റ് എന്ന് ഹൈക്കോടതിയും ചോദിക്കുന്നു. മാധു, അങ്ങനെ തന്നെയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് വിവരങ്ങൾ ചോർത്തി DA സന്ദേശം അയച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് DA സന്ദേശങ്ങൾ അയച്ചു എന്നാണ് ആക്ഷേപമുയർന്നത്. സർക്കാരിന്റെ സന്ദേശത്തിൽ എന്താണ് തെറ്റ് എന്നാണ് ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിക്കുന്നത്. ഒപ്പം എപ്പോൾ സന്ദേശം അയക്കണമെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. സ്വകാര്യത ലംഘിച്ചെന്ന് എങ്ങനെ പറയാനാകും എന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ഉയർത്തുകയും ചെയ്തു. അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. Go away, stupid! In the house of my wife and daughter, you will not see any minute of the today.